ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 8-ാം തീയതി നമ്മുടെ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ 8-ാം ദിനം. കൂട്ടുകാരെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷീകരണങ്ങളും നമ്മൾ വായിച്ച് അതനുസരിച്ച് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അന്ത്യകാലത്തേക്കുള്ള ഒരുക്കമാണ്. ഇന്ന് ലോകം വലിയ പ്രതിസന്ധികളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ആത്മീയ കണ്ണുകൾ കൊണ്ട് നമ്മളത് നോക്കിക്കണ്ടാൽ നമ്മൾ ഒരിക്കലും ഭക്ഷണം കഴിക്കുകയോ ഒന്നും സന്തോഷിക്കുകയോ ചെയ്യില്ല. അത്രമാത്രം സാത്താൻ മനുഷ്യരെ പിടിച്ചു വിഴുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും ചിലപ്പോഴൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞു, തിരഞ്ഞെടുക്കപ്പെട്ടവന് പിഴവ് പറ്റിയാൽ, തിരഞ്ഞെടുക്കപ്പെട്ടവൾക്ക് പിഴവ് പറ്റിയാൽ അവന് അനേകം മക്കളെ യേശുവിൽ നിന്ന് അകറ്റാൻ പറ്റും. പക്ഷേ അൽമായരിലും ഇങ്ങനെ പിഴവുകൾ ധാരാളമുണ്ട്. കുടുംബനാഥന്മാർ, കുടുംബനാഥകൾ, മക്കൾ എല്ലാം വളരെ വേദനിപ്പിക്കുന്ന പാപങ്ങളിൽ പെട്ടു പോകുന്നുണ്ടെങ്കിലും അത് സാത്താന് വലിയ കുഴപ്പമില്ല. അവൻ അവരുടെ പിന്നാലെയല്ല. കാരണം ഒരു അൽമായനോ ഒരു കുടുംബനാഥനോ തെറ്റുപറ്റിയാൽ അത് ഫ്ലാഷ് ന്യൂസായിട്ട് വരില്ല. കാരണം അൽമായർക്ക് ഇപ്പോൾ അശുദ്ധകരമായൊരു തെറ്റുപറ്റി എന്ന് വിചാരിച്ചാൽ, അതറിഞ്ഞാൽ ആരും ചാനലുകാരത് ഏറ്റെടുക്കില്ല. പക്ഷേ ഒരു സമർപ്പിതനോ സമർപ്പിതയ്ക്കോ തെറ്റുപറ്റിയാൽ അതവർ അവരുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് ലോകത്തെ അറിയിക്കണം അവർക്ക്. കാരണം അങ്ങനെ അറിയുമ്പോൾ അതിനോടൊപ്പം എല്ലാ മക്കളെയും, മതത്തിനെ പിൻചെല്ലുന്ന എല്ലാ മക്കളെയും വഴിതെറ്റിക്കണം. കാരണം ഇതാ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്ക് തെറ്റുപറ്റി, ഇനി എന്തിനു നിങ്ങൾ പിന്നാലെ പോകണം. അതിനോടനുബന്ധിച്ച് ആ വിശ്വസിക്കുന്ന ദൈവത്തെ അവർ തള്ളിപ്പറയാനും മടിക്കില്ല. കാരണം ഇങ്ങനെയൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ലോകം മുഴുവൻ അവർ ഉള്ളതും ഇല്ലാത്തതും അറിയിക്കും. സാത്താൻ്റെ ജോലിയാണ് ഒരാൾക്ക് പിഴവ് പറ്റുമ്പോൾ അത് ലോകത്തെ മുഴുവൻ അറിയിക്കുക എന്നത്. കാരണം പിന്നെ ഒരാൾക്കല്ല, ഒരു സമർപ്പിതന്, ഒരു സമർപ്പിതയ്ക്ക്. അപ്പോൾ സാത്താൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ: യേശുവിൽ നിന്നും മനുഷ്യ മക്കളെ അകറ്റണം. അതിന് അവൻ അവസാന കാലത്ത് ഓടി നടക്കുകയല്ല. ഇപ്പോൾ വചനം പറയുന്ന പോലെ അവൻ ആരെ വിഴുങ്ങണമെന്ന് അറിയാതെ അലറി നടക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അലറി നടക്കുകയല്ല, എല്ലാവരുടെ ഉള്ളിലും അവൻ എത്തിക്കഴിഞ്ഞു. അവിടെ ഇരുന്ന് ഇങ്ങനെ അവസാനത്തെ കാർന്ന് തിന്നലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ മെജിഗോറിയയിലും മോണ്ടിക്കാരിയിലും എല്ലാം പറഞ്ഞു, സാത്താന് എൻ്റെ പുത്രൻ അനുവാദം കൊടുത്തിരിക്കുന്ന സമയമാണിത്. മക്കളെ, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കണം. ഇത് അവസാനത്തെ പോരാട്ടമാണ്. അവൻ്റെ അവസാനത്തെ പാച്ചിലാണിത്. എങ്ങനെയാണ് യേശുവിൽ നിന്നും മക്കളെ പിടിച്ചെടുക്കേണ്ടത് എന്ന് അവന് യാതൊരു പിടിപാടുമില്ലാതെ സകലരിലും അവൻ ആവസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സമർപ്പിതരെ നിങ്ങൾ ശ്രദ്ധിക്കുക, അൽമായരെ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം പരിശുദ്ധ അമ്മ പറയുന്നു. എന്തുകൊണ്ടാണ് ഈ സമർപ്പിതർക്ക് വേണ്ടി റോസാ മിസ്റ്റിക്ക മാതാവ് പ്രാർത്ഥിക്കാൻ പറയുന്നത്? ഇന്ന് സമർപ്പിതരെ വഴിതെറ്റിക്കാനാണ് അവരുടെ പിന്നാലെ വ്യക്തികൾ നടക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സമർപ്പിതന് വഴിതെറ്റിയാൽ ചാനലുകൾ ഏറ്റെടുക്കും, ഉള്ളതും ഇല്ലാത്തതും പറയും. അപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് പോയിരുന്നവർ, ഉദാഹരണത്തിനൊരു പരിശുദ്ധ കുർബാനയ്ക്ക് സ്ഥിരമായി പോയിരുന്നവർ, കുർബാന നടത്തുന്ന പുരോഹിതനാണ് തെറ്റുപറ്റിയത്. ഇനി നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? കുർബാനയേ വേണ്ട. ഇനി നിങ്ങൾ എന്തിനാണ് ധ്യാനത്തിന് പോകുന്നത്? ധ്യാനമേ വേണ്ട. മിണ്ടാതെ കുടുംബത്തിരുന്നു. അതേസമയം ആ കുടുംബത്തിലെ കുടുംബനാഥൻ ഒരു മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലായാലും
കുടുംബനാഥ വേറൊരു പുരുഷൻ്റെ കൂടെ പോയാലും ഇത് ചാനലുകൾ അറിയില്ല. അറിഞ്ഞാൽ അവർ അത് ന്യൂസാക്കുകയുമില്ല. കാരണം അത് അവരെ കൂടെ ബാധിക്കും. മാത്രമല്ല അതവർക്ക് വലിയ ശ്രദ്ധയില്ല. അൽമായർക്ക് എന്ത് പറ്റിയാലും ഒരു ശ്രദ്ധയില്ല. കാരണം ഒരു അൽമായന് പിഴവ് പറ്റി എന്ന് പറഞ്ഞ് ആരും ഈശോയിൽ നിന്നോ കുർബാനയിൽ നിന്നോ അകലില്ല. ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവൾക്ക് പറ്റിയാലാണ് പിന്നെ അവരെ ആ വിഭാഗത്തെ മുഴുവൻ കരിവാരി തേക്കുക. അങ്ങനെ മനുഷ്യർക്ക് ഈശോയിൽ നിന്ന് അകറ്റുക. അതുകൊണ്ട് നമുക്ക് വലിയ ബോധ്യത്തോടെ ജീവിക്കാം. മനുഷ്യർ അൽമായരായാലും തിരഞ്ഞെടുക്കപ്പെട്ടവരായാലും സാത്താൻ്റെ പിടിയിൽ അകപ്പെടുന്ന കാലമാണിത്. ഒരു അപ്പന് തെറ്റുപറ്റിയെന്ന് വിചാരിച്ചാൽ, ഒരമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് വിചാരിച്ചാൽ എല്ലാം ഒതുക്കി തീർത്ത് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുക. പക്ഷേ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവന് തെറ്റുപറ്റിയാൽ അത് ന്യൂസിലങ്ങനെ എത്രത്തോളം അത് ന്യൂസാക്കാമോ അങ്ങനെയാക്കി മനുഷ്യരെ കുർബാനയിൽ നിന്ന്, ധ്യാനത്തിൽ നിന്ന് അങ്ങനെയെല്ലാം അകറ്റാനാണ് സാത്താൻ ഇതുപോലെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക. സമർപ്പിത മക്കൾക്ക് വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. ഈ 13 ദിവസം വളരെ ശക്തമായിട്ട് പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവ് പറഞ്ഞതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുമാത്രമല്ല ജീവിതകാലം, ലോകത്തിൻ്റെ അവസാനം, ലോകാവസാനമല്ല, ഒരു യുഗത്തിൻ്റെ നമ്മുടെ അവസാനം, ഈ പിശാചുമായുള്ള പോരാട്ടത്തിൻ്റെ അന്തിമ വിജയം നമ്മുടെ പരിശുദ്ധ അമ്മ വരിക്കും. അതുവരെ നമ്മൾ സാത്താന് എതിരെ പോരാടിക്കൊണ്ടിരിക്കണം. നമ്മുടെ സമർപ്പിത മക്കളെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെ നിന്ന് കുറ്റപ്പെടുത്താതെ പ്രയർ, ഗ്രേറ്റ് സാക്രിഫൈസസ് ആൻഡ് പെനിറ്റൻസ്, ഇതെപ്പോഴും ഓർമ്മയുണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സഹനങ്ങൾ പരിഹാരമായിട്ട് ഇതിനെല്ലാം കാഴ്ചവെക്കുക. അപ്പോൾ സാത്താൻ്റെ ശക്തികൾ തോറ്റു പിന്മാറും. അന്തിമ വിജയം വരിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ വിമല ഹൃദയമാണ്. പ്രിയ സഹോദരങ്ങളെ, മെജിഗോറിയയിൽ ജലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് പരിശുദ്ധ അമ്മ കൊടുത്ത സന്ദേശത്തിൽ പറയുന്നത്, നിങ്ങൾ ലോകകാര്യങ്ങൾക്ക് ആവശ്യത്തിൽ കവിഞ്ഞ പരിഗണന നൽകരുത് എന്നാണ്. ഈ കാലത്തിൽ നിരന്തരം പ്രാർത്ഥിക്കാനാണ് അമ്മ നമ്മളോട് പറയുന്നത്. ജലീനയോട് പ്രത്യേകിച്ച് പറഞ്ഞത് സഭയിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും മെത്രാന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. ഈ ലക്ഷ്യത്തിനാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും പരിത്യാഗ പ്രവൃത്തികളും മുഴുവനും ചെന്ന് ചേരേണ്ടത് എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. അതുപോലെ തന്നെയാണല്ലോ മോണ്ടിക്കാരിയിലും പറയുന്നത്, സമർപ്പിത മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന്. അമ്മ പറയാണ് പ്രാർത്ഥിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ വർദ്ധിക്കാനല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ദൈവവുമായുള്ള ബന്ധം ദൃഢമാക്കണം. കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഈ ഓഡിയോയിൽ പ്രത്യേകമായി നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം പരിശുദ്ധ അമ്മ ഇന്നലെ തന്ന ഒരു സന്ദേശമാണ്. അമ്മ ഒരു ദർശനത്തിൽ കൂടെയാണ് അത് മനസ്സിലാക്കി തന്നത്. അമ്മ കാണിച്ചു തന്നത് ഒരു പൂക്കൂടം മുഴുവൻ കരിം ചുമപ്പ് കളറുള്ള റോസാ പുഷ്പങ്ങൾ നിറച്ചിരിക്കുകയാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, റോസാ മിസ്റ്റിക്ക മാതാവാണല്ലോ, റോസാപ്പൂക്കൾ കാണിച്ചു തരാണല്ലേ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ റോസാ പുഷ്പങ്ങളെല്ലാം എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനകളാക്കി മാറ്റാമോ എന്ന്. പ്രിയ കൂട്ടുകാരെ, അങ്ങനെ അമ്മ പറഞ്ഞു 13 മണിക്കൂർ സമയം നീക്കി വയ്ക്കാമോ എന്ന്. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന വളരെ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്. നമുക്ക് ഈ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഏറ്റവും ആദ്യം പരിശുദ്ധ അമ്മ പറഞ്ഞത് യോഗ്യതയോടുകൂടെ കുർബാന സ്വീകരിക്കാൻ വേണ്ടി നല്ല കുമ്പസാരം കഴിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നും. അത് സമർപ്പിത മക്കളുടെ പാപപരിഹാരത്തിന് വേണ്ടി കൂടിയും ലോകപാപങ്ങൾക്ക് പരിഹാരമായും കാഴ്ചവെക്കുക.
സാത്താൻ്റെ ശക്തിയെ തകർക്കാൻ ഏറ്റവും വലിയ ആയുധമാണ് നമ്മുടെ കുർബാന, നമ്മുടെ ബലി. അതിനുശേഷം ദിവ്യകാരുണ്യ ആരാധന, കുരിശിൻ്റെ സംരക്ഷണം, പിന്നെ പരിശുദ്ധ അമ്മ പറയുന്ന ജപമാലകളും പ്രാർത്ഥനകളും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് ക്രമീകരിക്കണം. മറ്റുള്ളവയൊന്നും ശ്രദ്ധ കൊടുക്കുകയോ മനസ്സിടിവ് വരികയോ ചെയ്യാതെ അമ്മ പറഞ്ഞതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. 13 മണിക്കൂർ അമ്മയോടൊപ്പം ഈ പ്രാർത്ഥനയ്ക്കായിട്ട് നീക്കി വയ്ക്കാമോ എന്നാണ് അമ്മ ചോദിച്ചിരിക്കുന്നത്. ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ന് 8-ാം തീയതിയാണല്ലോ. 8, 9, 10, 11, 12 5 ദിവസമുണ്ട് നമുക്ക്. ഒരു 13 മണിക്കൂർ അമ്മയോടൊപ്പം ആയിരിക്കാൻ ഓരോ ദിവസവും 3 മണിക്കൂർ സമയം ഇരിക്കേണ്ട വരികയില്ല. ഇരുന്ന് പ്രാർത്ഥിക്കാനല്ല കേട്ടോ, എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ടൈം ടേബിൾ ഇടുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഇതൊരു നിർബന്ധമായ അല്ല. സമർപ്പിത മക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ കൈകളിൽ കൊടുക്കുന്ന ഒരു പരിഹാരമാണ് ഈ കൂട നിറച്ചുള്ള റോസാപുഷ്പങ്ങൾ. 13 മണിക്കൂറാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു അതിനൊരു അടയാളം തരണമെന്ന്. അമ്മ എനിക്ക് ഒരു വലിയ അടയാളം തന്നു. ഞാനത് ഇപ്പോൾ പറയുന്നില്ല. റോസാപുഷ്പങ്ങൾ പരിശുദ്ധ അമ്മ, അതായത് ഈ പ്രാർത്ഥന അമ്മ അധികം ഇഷ്ടപ്പെടുന്നു എന്ന്. ഇത് ഒരു പരിഹാരമായിട്ട് നമുക്ക് കാഴ്ചവെക്കാം, നിങ്ങളുടെ മനസ്സിന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഞാനിങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ നമുക്ക് 2 മണിക്കൂർ നീക്കി വയ്ക്കുമ്പോൾ 10 മണിക്കൂർ കിട്ടും. അപ്പോൾ നമുക്ക് അതിനോട് കൂടെ പിന്നൊരു 3 മണിക്കൂറാണ് വേണ്ടത്. എല്ലാ ദിവസവും നമ്മൾ അതിനനുസരിച്ചൊരു 3 മണിക്കൂർ ഡിവൈഡ് ചെയ്ത് അത്രയും സമയം എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി, ഓരോ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയും ഒരു കരിഞ്ചുമപ്പ് റോസാപ്പൂവാണ്. നമുക്കങ്ങനെ കൂടയിൽ നിറയ്ക്കാം. 13 മണിക്കൂർ നമ്മൾക്ക് ജോലി ചെയ്യുമ്പോഴോ അടുക്കള പണിയെടുക്കുമ്പോഴോ ടൈം നോക്കിയാൽ മതി. ഒരു അരമണിക്കൂർ സമയം നടന്നുകൊണ്ട് ജോലിയുടെ ഉള്ളിൽ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. അപ്പോൾ ഏകദേശം ഒരു ദിവസത്തിൽ 2.5 മണിക്കൂറെങ്കിലും നമ്മൾ എത്രയും ദയുള്ള മാതാവേ ചൊല്ലേണ്ടി വരും. അപ്പോൾ 5 ദിവസം കഴിയുമ്പോൾ 12.5 മണിക്കൂറാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി അരമണിക്കൂർ 13-ാം തീയതി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ 13 മണിക്കൂർ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി നമുക്ക് പൂക്കൂട നിറയ്ക്കാം. അത് സമർപ്പിത മക്കളുടെ പാപങ്ങൾക്ക് പരിഹാരമായും അവരെ ചുറ്റിയിരിക്കുന്ന പൈശാചിക രൂപികളെ നിർവീര്യമാക്കണേ എന്ന നിയോഗത്തോടുകൂടെ കാഴ്ചവെക്കാം. ഈ 2.5 മണിക്കൂർ ഒരു ദിവസത്തിൽ എങ്ങനെ എത്രയും ദയുള്ള മാതാവ് ചൊല്ലും? നിങ്ങൾ ആദ്യമേ തന്നെ എത്രയും ദയുള്ള മാതാവേ 15 മിനിറ്റ് സമയം ചൊല്ലുക. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു ജപമാലയെടുത്ത് അതിൻ്റെ 10 മണികളിൽ എത്രയും ദയുള്ള മാതാവ് ടൈം നോക്കി ചൊല്ലുക. അങ്ങനെ 50 പ്രാവശ്യം എത്രയും ദയുള്ള മാതാവെ ചൊല്ലുമ്പോൾ എത്ര മിനിറ്റ് സമയം എടുക്കുന്നുണ്ട് എന്ന് നോക്കി വയ്ക്കുക. ഏകദേശം ഞാൻ നോക്കിയിട്ടുണ്ട്, ഒരു 20 മിനിറ്റ് എടുക്കും, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അങ്ങനെ തോന്നുന്നു. 20 മിനിറ്റിൽ നമ്മൾക്ക് 50 എത്രയും ദയുള്ള മാതാവേ എന്ന ജപം ലഭിക്കും. എന്നിട്ട് അടുത്ത തവണ മുതൽ നമ്മൾ സമയം നോക്കി നടന്നുകൊണ്ട് പണി ചെയ്യുമ്പോൾ എത്രയും ദയുള്ള മാതാവിനെ ധ്യാനിച്ച് ആ പ്രാർത്ഥന ചൊല്ലിയാൽ മതി. എന്നിട്ട് എഴുതി വയ്ക്കുക. 11 മണി മുതൽ 11:15 വരെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 50 എണ്ണം, 11:15 മുതൽ 11:30 വരെ 50 എണ്ണം. അത് നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾ ശാന്തമായി ഒരു ജപമാല എടുത്ത് എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി നോക്കണം. അപ്പോൾ ഒരു കൊന്ത, അതായത് 50 എണ്ണം, മറ്റുള്ള മണികൾ വേണ്ട, 50 എണ്ണം ചൊല്ലി തീർക്കുമ്പോൾ സമയം എത്രയായി എന്ന് ആദ്യം ഇന്ന് സൂക്ഷിച്ച് നോക്കി വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജോലിയുടെ ഇടയിലും എത്രയും ദയുള്ള മാതാവേ ചൊല്ലാം. ആരോട് സംസാരിക്കാതെ ചൊല്ലിയാൽ മതി. അപ്പോൾ ഇത്രയും എത്രയും ദയുള്ള മാതാവ്
നമുക്ക് പരിഹാരമായി കാഴ്ചവെക്കാം. അങ്ങനെ 5 ദിവസം നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 12.5 മണിക്കൂറാകും. ബാക്കി അരമണിക്കൂർ ഏതെങ്കിലും ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ 13-ാം തീയതി തന്നെ രാവിലെ അരമണിക്കൂർ എടുത്ത് പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥന അവസാനിപ്പിച്ച് അമ്മ കാണിച്ചു തന്ന കൊട്ടയിൽ കരിഞ്ചുമപ്പ് റോസ പുഷ്പങ്ങൾ നിറയ്ക്കാം. നമ്മളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക അരൂപികളുടെ ശക്തി കുറയും. മാത്രമല്ല, നമ്മുടെ സമർപ്പിതരെ സംരക്ഷിക്കാനായിട്ട് നമ്മളെയാണ് അമ്മ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് എപ്പോഴും ഓർക്കണം. പ്രിയ സഹോദരങ്ങളെ, അമ്മയുടെ സന്ദേശം നമുക്ക് മനസ്സിൽ വേണമെന്ന് തോന്നുന്നവർ മാത്രം ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. 13-ാം തീയതി നമുക്ക് സമർപ്പിക്കാം. എല്ലാ റോസ മിസ്റ്റിക്ക ഭക്തരും 13-ാം തീയതി തിരുനാളായി ആഘോഷിക്കുമല്ലോ. നമ്മുടെ വീട്ടിലും അന്ന് ചെറിയൊരു ആഘോഷമുണ്ടാകും. അതിൻ്റെ ആഘോഷത്തിനിടയിൽ ഈ റോസാ പുഷ്പങ്ങളൊക്കെ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് വൈദികരിലൂടെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ എന്താണോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, റോസാ മിസ്റ്റിക്ക മാതാവ് എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അത് നിറവേറ്റി കൊടുക്കാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ ജാഗ്രതയോടെ നമുക്ക് ഒരുങ്ങാം, നിരന്തരം പ്രാർത്ഥിക്കാം. ഒപ്പം റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ നൊവേനയും രക്തക്കണ്ണീർ ജപമാലയും ചൊല്ലണം. പിന്നെ 53 മണി ജപമാല ഏറ്റവും അധികം ചൊല്ലേണ്ടത് ശരിക്കും പാപികളുടെ മാനസാന്തരത്തിനും അതുപോലെ പാപപരിഹാരത്തിനും അമ്മ എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഇനി പ്രാർത്ഥനയാക്കി മാറ്റണം. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഇത് മാത്രമേ അമ്മയ്ക്ക് അവസാന കാലഘട്ടത്തിൽ പറയാനുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് കൂടുതൽ ശക്തി പ്രാപിക്കാം. ഇതിൻ്റെ ഇടയിൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ സാത്താൻ വരുത്തും. ഒന്നും നമ്മൾ ചിന്തിച്ച് വിഷമിക്കരുത്. എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. അതാണ് അമ്മ സന്ദേശങ്ങളിൽ പറഞ്ഞത്. പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കും. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള വരം നൽകണമേ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.